അമേരിക്കൻ അഭയാർത്ഥി നയങ്ങളിലെ വളരെ നിർണായകമായ ഒരു നീക്കത്തിന് ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് അഭയം തേടിയെത്തിയ ഒരു കൂട്ടം വിദേശ പൗരന്മാരെ ആഫ്രിക്കൻ രാജ്യമായ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്ക് നാടുകടത്താൻ അമേരിക്കൻ ഭരണകൂടം പദ്ധതിയിടുന്നതായാണ് പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നാടുകടത്തുന്ന അഭയാർത്ഥികളിലേറെയും ഇറാനിൽ നിന്നുള്ള അഭയാർത്ഥികളാണ് എന്നതാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻ ഡെപ്തിലേക്ക്. നമുക്കറിയാം, നിലവിൽ യുഎസും ഇറാനും തമ്മിൽ വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങളും യുദ്ധസമാനമായ സാഹചര്യങ്ങളും തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ഈ നിർണായക നീക്കം പുറത്തുവരുന്നത്. ആദ്യഘട്ടത്തിൽ ഇറാൻ, സിറിയ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 20ഓളം അഭയാർത്ഥികളുമായി ആദ്യ വിമാനം സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്ക് തിരിക്കുമെന്നാണ് അഭിഭാഷകരെയും ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ നൂറുകണക്കിന് ആളുകളെ ഇത്തരത്തിൽ നാടുകടത്തിയേക്കും. ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരാം. സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ നിയമപരമായ തടസ്സങ്ങളുള്ള അഭയാർത്ഥികളെ എന്തുകൊണ്ടാണ് അമേരിക്ക മറ്റൊരു മൂന്നാം രാജ്യത്തേക്ക് നാടുകടത്തുന്നത് എന്ന്. അമേരിക്കൻ നിയമപ്രകാരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അഭയാർത്ഥികളെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഈ നാടുകടത്തപ്പെടാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ 2 ഇറാനിയൻ വനിതകളുണ്ട്. അതിലൊരാൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത സ്ത്രീയും മറ്റൊരാൾ ഇറാനിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആക്ടിവിസ്റ്റുമാണ്. ഇവരെ ഇറാനിലേക്ക് തിരിച്ചയച്ചാൽ അവിടെ അവർ കടുത്ത പീഡനങ്ങൾക്കോ മരണശിക്ഷയ്ക്കോ ഇരയാകാൻ സാധ്യതയുണ്ടെന്ന് US ഇമിഗ്രേഷൻ കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരെ ഇറാനിലേക്ക് അയക്കാൻ US-ന് നിയമപരമായി കഴിയില്ല. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് അമേരിക്ക മറ്റ് രാജ്യങ്ങളുമായി ഒപ്പുവയ്ക്കുന്ന തേർഡ് കൺട്രി ഡീൽ ഉപയോഗിക്കുന്നത്. ഇതനുസരിച്ച് ഈ അഭയാർത്ഥികളെ ആഫ്രിക്കൻ രാജ്യമായ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്ക് മാറ്റും. അവിടെ തലസ്ഥാനമായ ബാങ്കുയിലുള്ള അപ്പാർട്ട്മെന്റുകളിലായിരിക്കും ഇവരെ താമസിപ്പിക്കുക. എന്നാൽ ഈ നീക്കത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനകളും അഭയാർത്ഥികൾക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകരും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് എന്നത് വർഷങ്ങളായി ആഭ്യന്തര യുദ്ധവും കടുത്ത ദാരിദ്ര്യവും അക്രമങ്ങളും നേരിടുന്ന ഒരു രാജ്യമാണ്. അടിസ്ഥാന ആരോഗ്യ സംവിധാനങ്ങൾ പോലും കൃത്യമായി ഇല്ലാത്ത, ജീവിക്കാൻ ഏറ്റവും പ്രയാസമേറിയ ഒരു രാജ്യത്തെ എങ്ങനെയാണ് സുരക്ഷിതമായ ഒരു മൂന്നാം രാജ്യമായി അമേരിക്ക കണക്കാക്കുന്നത് എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ചോദിക്കുന്നത്. മറ്റൊരു വൈരുദ്ധ്യം എന്തെന്നാൽ, ഇറാന്റെ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ ശബ്ദമുയർത്തണമെന്ന് ഒരിടത്ത് അമേരിക്ക ആഹ്വാനം ചെയ്യുമ്പോൾ തന്നെ അതേ ഇറാനിൽ നിന്നും ജീവരക്ഷാർത്ഥം ഓടിയെത്തിയ അഭയാർത്ഥികളെ ഇത്തരം ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്നതും വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ അഭയാർത്ഥികൾക്ക് ആവശ്യമായ മാനുഷിക സഹായങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കൻ ഭരണകൂടം അതിന് അനുമതി നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. അമേരിക്കയുടെ ഇത്തരത്തിലുള്ള നാടുകടത്തൽ കരാറുകൾ വരും കാലങ്ങളിൽ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിമാറുമെന്നാണ് റിപ്പോർട്ടുകൾ.